ഞാൻ എന്തായി കേക്കണത്? നീ ഏത് പെണ്ണിനെ കെട്ടിയാലും ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. പെണ്ണേതെന്ന് പറയടാ. വെളിച്ചപ്പാടാണ് എന്റെ മോനെ കൊണ്ട് ഈ കോല കെട്ടിക്കുന്നത്. ഞാനോ? എന്റെ ഭഗവതി, സ്വകാര്യത്തി പോരെ, ആളെ കൂട്ടണോ ഭാസ്കര? നിങ്ങളിങ്ങനെ 24 മണിക്കൂർ മരിച്ച പോലെ കിടന്നു. നമ്മുടെ മോൻ ഭാസ്കരനെ ഏതൊരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ പോടുന്നു. ഏട്ടന് എന്നോടെങ്കിലും പറഞ്ഞൂടെ ആരാ ആള്? പറഞ്ഞാൽ നിനക്ക് എന്നോട് ദേഷ്യം തോന്നും? ഒരു ദേഷ്യം തോന്നൂല. സ്നേഹലത ചേച്ചിയാണോ? ആന്തരിയായിട്ട് ആകെ ഉള്ളത് തൊന്ന. അവനെ ഈ കടുങ്കൈ ചെയ്യാൻ പോണത്. എല്ലാവരും കൂടി എന്നെ അങ്ങോട്ട് കൊന്നോ, അതാ ഇതിലും നല്ലത്. എന്താടാ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എന്നിട്ട് അനുഗ്രഹിക്കണം. ഇതെന്റെ അഭിമാനത്തിന്റെയും കൂടി പ്രശ്നമായി പോയി. കളിച്ച് കളിച്ച് എന്റെ മുറ്റത്ത് വന്നിട്ടാണോടാ നിന്റെ കളി? അന്തസ്സായിട്ടാടാ ഞാനും എന്റെ കുടുംബവും കഴിയുന്നത്. അല്ലാതെ നിന്നെ പോലെ നാട്ടുകാരെ പറ്റിച്ചും കണ്ടവരെ സ്വർണ്ണം മോഷ്ടിച്ചു അല്ല. സൂക്ഷിച്ച് സംസാരിക്കണം. തട്ടാന്മാർക്ക് ഒരു സത്യമുണ്ട്. അത് വിട്ടിട്ട് തട്ടാൻ ഗോപാലന്റെ മോൻ ഇന്നുവരെ ജീവിച്ചിട്ടില്ല. എന്റെ ഭഗവതി, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കീരിയും പാമ്പും പോലെ നിൽക്കുന്നത് ശരിയല്ല. പണിക്കൊരു മോളെ വിളിച്ച് ചോദിക്കാൻ വിവരം അറിയാലോ. നിർത്ത്, വെളിച്ചപ്പാട് നിന്നെ ഇവിടെ ഒന്ന് തുള്ളുന്നത്. ഇതെന്റെ കുടുംബ പ്രശ്ന. ഇത് ഞാൻ നോക്കിക്കോളാം. ആ തുള്ളാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ നാട്ടിന്റെ വെളിച്ചപ്പാടാ. ഏട്ടൻ വാ, വഴക്കുണ്ടാക്കണ്ട. അച്ഛനും മോളും എന്നോട് കള്ളക്കളി കളിക്കണ്ട. ഒന്നുകിൽ അവളോട് വാക്ക് പാലിക്കാൻ പറ, അല്ലെങ്കിൽ എന്റെ മാല തിരിച്ചു തരാൻ പറ. മാലയോ? ഏത് മാല? ഞാൻ കൊടുത്ത 10 പവന്റെ മാല. അവൾ ആവശ്യപ്പെട്ട് അവൾക്ക് വേണ്ടി എന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത മാല. അയ്യോ, ഈ ആണാണെങ്കിൽ ആ മാലി വാങ്ങിച്ചോണ്ട് വാട ഭാസ്കര. മാലയാ? അവൻ എന്റെ മോൾക്ക് ഒലക്ക കൊടുത്ത്. അവളെ ഈ വയറ്റിലാ ജനിച്ചത്. നിന്റെ വയറ് പറ വീതി എന്താ ഗോപാലേട്ടാ? എന്താ പണിക്കരെ ഈ ബഹളമൊക്കെ? നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കും. അവര് തമ്മിൽ മുഹബത്തിലാണെങ്കിൽ സംഗതി വിളിച്ച് ചോദിക്ക്, അപ്പൊ അറിയാല്ലേ. അതെ, അവളെ വിളിക്ക്. എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി അവള് പറയട്ടെ ഞാൻ അവൾക്ക് മാല കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്ന് വിളിக்க പഠിക്കരുത്, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കല്ലേ. ഇങ്ങളെന്താണ് ഓളെ വിളിക്കേ? വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിന്റെ തീരുമാനത്തിന് ഇവിടെ വിലയുണ്ട്. ഓളെ വിളിക്കാണ്ട് ഈ കേസ് തീരൂല. ആരും ബഹളം വയ്ക്കണ്ട. സത്യം എന്താന്ന് വെച്ചാ പറമോളെ. നീ പറയുന്നു മാത്രമേ ഞങ്ങൾ നാട്ടുകാർ വിശ്വസിക്കൂ. എനിക്കിവിടെ ആരും ഒന്നും ദാനം തന്നിട്ടില്ല. ആ പേരും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരും വേണ്ട. അങ്ങോട്ട് മാറിക്ക്. തൃപ്തിയായില്ല എല്ലാവർക്കും? ഞങ്ങളും മനുഷ്യരാ, ഞങ്ങളും പിഴച്ചോട്ടെ. എന്റെ നെഞ്ചത്താണ് നീ കുത്തിയത്. 10 പവൻ എനിക്ക് പുല്ലാടി. സ്വർണം കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ച് നിന്റെ മോളെ എനിക്ക് വേണ്ട. എല്ലാം കണ്ടോണ്ട് മേലെ ഒരാളുണ്ടെന്ന് ഓർത്തോ, അനുഭവിക്കും. മോനിത് കുടിക്കും. പോയതൊക്കെ പോട്ടെ, നീ അതൊക്കെ മനസ്സിൽ നികള മോനെ. ആ കള്ളക്കൂട്ടങ്ങളെ കയ്യിൽപ്പെടാതെ എന്റെ മോൻ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. അവർക്ക് അതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളൂ.
ഏട്ടന് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ സ്വർണം മുഴുവൻ എടുത്ത് വിറ്റോ, ഒന്നും സാരമാക്കണ്ട. അത് നമുക്കൊന്നും തരില്ലടാ, പെണ്ണുങ്ങൾക്കല്ലേ കൊടുക്കുള്ളൂ. ടൂറിസ്റ്റുകാരി വന്നത് ഗൾഫാ. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ഈ മാസം തന്നെ കല്യാണം നടത്തുമെന്നാ കേട്ടത്. കൂട്ടടോ മറന്നുകളാ, പോയ 10 പകരം തനിക്ക് 15 പവൻ ഇനിയും ഉണ്ടാക്കിക്കൂടെ? അതല്ല വെളിച്ചപ്പാടെ, നിങ്ങൾ നോക്കിക്കോ, എത്തി എത്തി അങ്ങ് എത്തുമ്പോ അവസാനം തട്ടാനൊരു തട്ട് തട്ടും. ഇനി തട്ടാനും മുട്ടാനും ഒന്നും നിൽക്കണ്ട ഭാസ്കര, അബദ്ധമാവും. നിന്റെ വഴി അല്പം വളഞ്ഞുപോയി. നീ കാണിച്ച് വിവരക്കേട് കാണിച്ചാൽ ഏത് വെണ്ണം പറ്റിക്കും. മൂപ്പരെ ഇങ്ങോട്ടൊന്ന് വിളിക്കുക, അവരെന്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കട്ടെ. ഇപ്പോഴത്തെ കാലമല്ലേ. വിളിക്കാം. ഇതൊക്കെ ഓരോ യോഗാണെന്ന് കരുതിയാ മതി. വരുന്നു കേട്ടോ. നീ അവിടെ നിൽക്ക്, ഞങ്ങളൊരു കാര്യം പറയട്ടെ. വിളിച്ചു. കല്യാണം കഴിഞ്ഞ പവിത്രൻ അവളെ ദുബായിക്ക് കൊണ്ടുപോകില്ലേ? ദുബായ് അല്ല, ഖത്തർ. അവിടെ സ്വന്തം വീട് കെട്ടിക്കൊടുത്തിരിക്കല്ലേ അറബി. എനിക്ക് ആകെ ഒരു മോളാ. അവള് പൂന്നറിയുമ്പോ ഇത്തിരി വിഷമുണ്ട്. എന്നാലും പോയിക്കോട്ടെ. ഈ നാടും ഇവിടുത്തെ ചില നാട്ടുകാരും അത്ര ശരിയല്ല, അതല്ലേ പറയണ്ടു. ഉള്ള പണം കൊണ്ട് ഞാൻ അവൾക്കൊരു മാല ഉണ്ടാക്കി കൊടുത്തു. അതിന് വരെ ഇവിടെ കണ്ണുകടിയാ. അല്ല, ഈ പവിത്രന് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? അവന്റെ 17ാമത്തെ വയസ്സിൽ ഒരു തോണി മറിഞ്ഞ് അവരൊക്കെ മരിക്കാനുണ്ടായത്. അതേതായാലും നന്നായി. ലതയെ കാണാനാ ഞാൻ വന്നത്. കണ്ടു, ചായ കുടിച്ചു. ചായ നന്നായിട്ടുണ്ട്. അത് അമ്മ ഇട്ടത്. ഇത് കുടിച്ചപ്പോഴേ തോന്നി അവൾക്കും ആ കൈപ്പുണ്യം കാണുമല്ലോ. എനിക്ക് സ്വന്തം എന്ന് പറയാൻ പോലും ആരുമില്ല. വലിയ പേരെടുത്ത് മരിച്ച ഒരു ജോത്സ്യനാണ് എൻ്റെ അച്ഛൻ. ലത കേട്ട് കാണും, ഒല്ലൂർ രാഘവപ്പണിക്കർ. ലതയെ പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടുമെന്ന് അച്ഛൻ രാശി വെച്ച് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ തന്നെ എൻ്റെ കൂടെ വരുന്നോ അതോ കുറച്ച് ദിവസം കാക്കുന്നോ? ഏട്ടനെ ഞാൻ അമ്പലത്തിലൊക്കെ തിരക്കി. എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കണേ?
ആ കല്യാണം നടന്നു എന്ന് വെച്ച് ഏട്ട ഇനി അബദ്ധമൊന്നും കാണിച്ചേക്കരുത്.